ഹായ്, എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ കോളിഫ്ലവർ വിളവെടുപ്പാട്ടോ. അപ്പോൾ അതിൻ്റെ കൃഷി രീതിയും കൂടെ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ കോളിഫ്ലവർ കണ്ടാലോ? ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ. അപ്പോൾ ഇത് നമുക്കൊന്ന് വിളവെടുക്കാം. ഹായ്, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ കോളിഫ്ലവർ. നമ്മുടെ കാലാവസ്ഥയിൽ ഒക്ടോബർ അവസാന വാരം അല്ലെങ്കിൽ നവംബർ ആദ്യ വാരം തൈകൾ മാറ്റി നട്ടാൽ നമുക്കൊരു ജാനുവരി ഫെബ്രുവരിയോടുകൂടി ഇതുപോലെ കോളിഫ്ലവർ വിളവെടുക്കാനായിട്ട് കഴിയും. സാധാരണ വിത്ത് മുളപ്പിച്ചാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കി മാറ്റി നട്ടാണ് ഈ കോളിഫ്ലവർ കൃഷി ചെയ്തു പോരുന്നത്. ഏകദേശം 15 മുതൽ 21 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ കോളിഫ്ലവർ കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ ഒരു 25-28 വരെയൊക്കെ നമുക്ക് ഈ കോളിഫ്ലവർ കൃഷി ചെയ്യാം. അതിന് മേലെ ആയാൽ ചെടികളുടെ വളർച്ചയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും അതുപോലെ തന്നെ ഈ ഫ്ലവർ അഥവാ ഫ്ലവർ ഉണ്ടായാൽ തന്നെ വളരെ വലിപ്പം കുറഞ്ഞ ഫ്ലവർ ആയിരിക്കും ഉണ്ടായി കിട്ടുക. ഇത് ഞാൻ വേറെ ഷെയ്ഡിൽ ഒരല്പം ഷെയ്ഡിൽ നട്ട കോളിഫ്ലവറാണ് ഇത്. പക്ഷേ ഇത് ഫ്ലവർ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ അറിയാം. കോളിഫ്ലവറിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് നമ്മൾ അടിവെള്ളം ചേർത്തൊരുക്കിയ മണ്ണിലേക്ക് തൈകൾ പറിച്ചു നട്ടാണ് കോളിഫ്ലവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൈകൾ പറിച്ചു നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 മുതൽ 2 ആഴ്ച കൂടുമ്പോൾ NPK 20-20-20 19-19-19 പോലുള്ള ഏതെങ്കിലും വളമാണ് ഞാൻ കൊടുക്കാറ്. ആഴ്ചയിൽ ഒരു ദിവസം 1 സ്പൂൺ ചുവട്ടിൽ നിന്ന് മാറി ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയും നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്ന രീതി. അപ്പോൾ ഈ വർഷം ഇനി പുതുതായി തൈകൾ കോളിഫ്ലവർ നടണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വർഷം ഒരു ഒക്ടോബർ-നവംബർ മാസം വരെ, അടുത്ത വർഷമല്ല ഈ 2025 ഒരു ഒക്ടോബർ-നവംബർ മാസം വരെ നമുക്ക് ഈ കോളിഫ്ലവർ അല്ലെങ്കിൽ ക്യാബേജ് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിലവിൽ ഇപ്പോൾ നട്ട് കോളിഫ്ലവർ അല്ലെങ്കിൽ ക്യാബേജ് നട്ട് ചെടികൾ നല്ല വലിപ്പമായിട്ടും ഫ്ലവർ പിടിക്കാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച നന്നായി തണുത്ത വെള്ളം രാവിലെയും വൈകുന്നേരം ഈ ചെടികളുടെ ചോട്ടിൽ ഒഴിക്കുകയും അതോടൊപ്പം ചെടികളുടെ ഇലകളിൽ കൂടി സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു തണുപ്പ് നിലനിർത്താനായിട്ട് കഴിയും. അന്നേരം നമുക്ക് ഈ കോളിഫ്ലവറിൽ ഫ്ലവർ രൂപപ്പെടുകയും ചെയ്യും കേട്ടോ. കോളിഫ്ലവറിൻ്റെ തൈകൾ നടുന്നത് മുതൽ ഏകദേശം 60 മുതൽ 80 ദിവസക്കാലമാണ് ഈ കോളിഫ്ലവർ വളർന്ന് ഈ ഫ്ലവർ രൂപപ്പെടാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് കണക്കാക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മുതൽ ജാനുവരി ഫെബ്രുവരി മാക്സിമം, അതിലപ്പുറത്തേക്ക് ഇത് കൃഷി ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ നല്ല ചൂടായി, പകലൊക്കെ നല്ല ചൂടാണ്, നല്ല വെയിലുമാണ്. ഫ്ലവർ ഉണ്ടായവരുണ്ടല്ലോ, പലർക്കും ഫ്ലവർ ഉണ്ടായിട്ടുണ്ടാവും. എന്നിരുന്നാൽ തന്നെ നേരിട്ട് സൺലൈറ്റ് അടിക്കുമ്പോൾ ഈ ഫ്ലവറിനൊരു പിങ്കിഷ് നിറം ഉണ്ടാവും കേട്ടോ. അത് ഈ സൺലൈറ്റിൻ്റെ അൾട്രാ വയലറ്റിൻ്റെ കാഠിന്യം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് നമുക്ക് ഹാനികരമൊന്നുമല്ല, അത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ഒരു പിങ്കിഷ് നിറം രൂപപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്ലവർ ഉണ്ടായി വരുന്ന സമയത്ത് ഈ ഫ്ലവറിനോട് ചേർന്നുള്ള ഇലകളുണ്ടല്ലോ, ഈ ഇലകളെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഒരു ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലവറിനുള്ളിലേക്ക് സൺലൈറ്റ് അടിക്കാണ്ട് പിങ്കിഷ് നിറം ഉണ്ടാവാണ്ട് നമുക്ക് തടയാനായിട്ട് കഴിയും. ഈ കോളിഫ്ലവറിൻ്റെ ഫ്ലവർ മാത്രമല്ല കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഇലകളും തോരൻ വെക്കാനും ചെറുപയർ പരിപ്പൊക്കെ ഇട്ട് അതൊരു കറി പോലെ വെക്കാനും ടൊമാറ്റോ ഒക്കെ ഇട്ട് വെക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കോളിഫ്ലവറിൻ്റെ ഇലകളും ആരും വേസ്റ്റാക്കി കളയരുത്. ഇതിൻ്റെ ഇലകളും നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സീസൺ, അതായത് ഇനി വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഈ ടിപ്പ് ഉപയോഗിച്ച് എല്ലാവരും കൃഷി ചെയ്യുക. അതോടൊപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ടിപ്പുകൾ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.